തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ പാളയം ഇമാം സുഹൈബ് മൗലവി സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് അല്ലാഹുവോട് ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി, അല്ലാഹുവോട് ആറ്റുനോറ്റ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വാർദ്ധക്യഘട്ടത്തിൽ അല്ലാഹു സന്താനത്തെ നൽകുന്നു. ആ സന്താനത്തിന്റെ പേരാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് ആദ്യമായി ലഭിച്ച അരുമ സന്താനം. ഇസ്മായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ കൂടെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ, തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങിയ ഘട്ടത്തിൽ ഇസ്മായിലിന് തനിക്ക് വേണ്ടി സമർപ്പിക്കണമെന്ന് അല്ലാഹു ദിവ്യബോധനം നൽകുന്നു. ദൈവകൽപ്പനയെ ശിരസാ വഹിക്കുന്നതിന്റെ ഭാഗമായി ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറെടുക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇസ്മായിൽ അലൈഹിസ്സലാമിയെ സമർപ്പിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം തയ്യാറെടുക്കുന്നു. പ്രിയ പിതാവേ, അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ എന്നിൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞ് ആ പിഞ്ചോമന വിനയാന്വിതനായി ഇബ്രാഹിം അലൈഹിസ്സലാമിയുടെ മുമ്പിൽ കിടന്നു കൊടുക്കുന്നു. എന്നാൽ ഇസ്മായിലിനെയോ ഏതെങ്കിലും മനുഷ്യക്കുഞ്ഞിനെയോ ബലി നൽകുക എന്നത് ദൈവിക ശാസനയുടെ ഉള്ളടക്കമായിരുന്നില്ല. മറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമിക്ക് അള്ളാഹുവോടുള്ള സ്നേഹം എത്രത്തോളമുണ്ടെന്ന് അള്ളാഹു പരീക്ഷിക്കുക മാത്രമായിരുന്നു. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ആ ചരിത്രം വളരെ ഗൗരവത്തിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സാഫാത്തിൽ 103 മുതലുള്ള വചനങ്ങളിൽ അല്ലാഹു പറയാൻ, ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽജബീൻ, അവർ രണ്ടുപേരും സമർപ്പിതരായപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാമയെ ഇബ്രാഹിം അലൈഹിസ്സലാം നെറ്റിന്മേൽ ചെരിച്ചു കിടത്തുകയും ചെയ്തപ്പോ, അതല്ലെങ്കിൽ ഇസ്മായിൽ അലൈഹിസ്സലാം നെറ്റിന്മേൽ ചെരിഞ്ഞു കിടന്നപ്പോ അള്ളാഹുവിന്റെ കൽപ്പന എന്നിൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞ് സന്നദ്ധനായി സമർപ്പിതനായി ഇസ്മായിൽ അലൈഹിസ്സലാം കിടന്നുകൊടുത്തപ്പോ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അള്ളാഹു പറയാണ്, നാം വിളിച്ചു, ഓ ഇബ്രാഹിം, അരുത്, ചെയ്തേക്കരുത്. ഇസ്മായിലിനെ എന്നല്ല, ലോകത്തൊരു മനുഷ്യക്കുഞ്ഞിനെയും കുരുതി കൊടുക്കുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയുടെ താൽപര്യമല്ല, മറിച്ചത് അള്ളാഹുവിന്റെ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം വിജയിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമയോട് അള്ളാഹു പറയാണ്, അത് സ്വദ്ദഖത റുഅ്യ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അത് സ്വദ്ദഖത റുഅ്യ, നിശ്ചയം നീ സ്വപ്നത്തെ സത്യപ്പെടുത്തിയിരിക്കുന്നു, യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു, ആ ദിവ്യബോധനത്തിന്റെ ഉള്ളടക്കമനുസരിച്ച് നീ പ്രവർത്തിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം നാം നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, നിശ്ചയം ഇത് വ്യക്തമായ പരീക്ഷണം മാത്രമായിരുന്നു. വഫദൈനാഹു ബിദബ്ഹിൻ അളീം, അങ്ങനെ അല്ലാഹു തആല മഹത്തായ ഒരു ഉരുവിനെ ഇബ്രാഹിം അലൈഹിസ്സലാമിക്ക് പകരമായി നൽകി, ഇസ്മായിൽ അലൈഹിസ്സലാമിക്ക് പകരമായി നൽകി എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത്. ആ ഉരുവിനെ അറുക്കുകയായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അതിന്റെ ഓർമ്മയായിട്ടാണ്, ആ ഉരുവിനെ അറുക്കുന്നതിന്റെ മാതൃകയായിട്ടാണ് ഇസ്ലാമിക സമൂഹം ബലിപെരുന്നാൾ ദിനത്തിൽ, അതല്ലെങ്കിൽ ബലിപെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള അയ്യാമത്തെ ശരീഅത്തിന്റെ ദിനങ്ങളിൽ ബലികർമ്മം അഥവാ ഉദ്ഹിയ്യത്ത് നിർവഹിക്കുന്നത്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഖുർആന്റെ ആജ്ഞയാണ്. പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചാൽ മാത്രം പോരാ, ബലികർമ്മം നിർവഹിക്കുക കൂടി വേണം. ഫസ്വല്ലി ലിറബ്ബിക, നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കണം. വൻഹർ, നീ ബലികർമ്മം നിർവഹിക്കുകയും വേണം. ബലികർമ്മം അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കുന്ന പ്രതീകാത്മകമായ വലിയ ആരാധനയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ ഈദുൽ അദ്ഹാ ദിനത്തിലെ സുപ്രധാനമായ ആരാധനയാണ് ബലികർമ്മം എന്ന് പറയുന്നത്. പ്രതീകാത്മകമായി വലിയൊരാശയത്തെയാണ് ബലികർമ്മം മുന്നോട്ട് വെക്കുന്നത്. അല്ലാഹു നൽകിയ സന്താനത്തെക്കാളും, അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമായ സമ്പത്തിനേക്കാളും നീ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് അനുഗ്രഹദാതാവായ അല്ലാഹുവിനെയാണെന്ന വലിയ സന്ദേശമാണ് ബലികർമ്മം പ്രദാനം ചെയ്യുന്നത്. ലയ്യനാലല്ലാഹ ലഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, ആ ബലിമൃഗത്തിന്റെ രക്തമോ അതിന്റെ മാംസമോ അല്ലാഹുവിന് ലഭിക്കുന്നതല്ല,
മറിച്ച് നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിന് ലഭിക്കുക. നിങ്ങൾക്ക് അള്ളാഹുവോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്നത് മാത്രമാണ് അതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിലേക്ക് അടുക്കുക, അവന്റെ ആജ്ഞകൾ പാലിക്കുക, അതാണ് പരമപ്രധാനമായത്. അതിനർത്ഥം മനുഷ്യരെ വെറുക്കുക എന്നതല്ല. മനുഷ്യരിൽ നിന്നോ സൃഷ്ടിജാലങ്ങളിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ അകന്നു നിൽക്കുക എന്നതുമല്ല. മനുഷ്യരെ വെറുക്കുക എന്നതോ മനുഷ്യരെ നിന്ന് അകലുക എന്നതോ ഒരു ദൈവകൽപ്പനയുടെയും താല്പര്യമല്ല. മറിച്ച് അല്ലാഹുവെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ ചൈതന്യത്തിൽ മനുഷ്യർക്കിടയിലെ സ്നേഹം ശക്തിപ്പെടുത്തുക എന്നതാണ് അല്ലാഹുവിന്റെ ആജ്ഞയുടെ പൊരുൾ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വാസികളാവുന്നത് വരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനെ പരമമായി സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ, നിങ്ങൾ വിശ്വാസികളാവുന്നില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ. അല്ലാഹുവിനെ നിങ്ങൾ പരമമായി എല്ലാറ്റിനുപരിയായി സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുന്നില്ല. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെ, ആ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പര സ്നേഹം നേടിയെടുക്കാൻ സാധിക്കും. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാം വ്യാപിപ്പിക്കണേ. സമാധാനത്തിന്റെ ആശീർവാദമാണ് സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ, അവന്റെ ഭാഗത്തുള്ള സമൃദ്ധിയും അവന്റെ കാരുണ്യവും ഉണ്ടാവട്ടെ. ലോകർക്ക് മുഴുക്കയുമാണ് ഈ അഭിവാദ്യം എന്ന് പറയുന്നത്. അലാമൻ അറത്തവമല്ലം തഅരിഫ്, നീ അറിയുന്നവർക്കും അറിയാത്തവർക്കും സമാധാനത്തിന്റെ ആശീർവാദം നീ നേരുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുടെ വിശദീകരണം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, സാഹോദര്യവും അതുപോലെ തന്നെ സൗഹൃദവും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പെരുന്നാളുകൾ. അത് ബലിപെരുന്നാളാണെങ്കിലും അത് ഈദുൽ ഫിത്ർ ആണെങ്കിലും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഈദുൽ അദ്ഹ ദിനത്തിലേക്ക് വിശ്വാസികളെ പ്രവേശിക്കുമ്പോ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട്, നമുക്ക് ഇരട്ടി മധുരമുണ്ട് എന്ന് പറയാം. ഒന്ന് പെരുന്നാളിന്റെ സന്തോഷമാണെങ്കിൽ, രണ്ടാമത്തേത് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിൽ മതേതര സഖ്യം നേടിയെടുത്ത മുന്നേറ്റത്തിലുള്ള ആശ്വാസമാണ്. രാജ്യത്തെ സുമനസ്സുകൾ ഐക്യത്തോടുകൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും വർഗീയതയെ അതിജീവിക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാൻ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. നമുക്കറിയാവുന്നത് പോലെ അധികാരത്തിലെത്തിപ്പെടാൻ മതേതര ശക്തികൾക്ക് സാധ്യമായിട്ടില്ല എങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന് ഫാസിസ്റ്റ് വർഗീയതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ധ്രുവീകരണം തെറ്റിച്ച് നേട്ടം കൊയ്യാൻ ആര് ശ്രമിച്ചാലും ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രം ഈ രാജ്യത്ത് വിലപ്പോവില്ലെന്ന് പറയുന്നതായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. ഇന്ത്യൻ മനസ്സ് വർഗീയമല്ല, അത് വർഗീയമാക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും ലക്ഷ്യം നേടില്ലെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. നമുക്കറിയാം, തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിതത്. സന്യാസിമാർക്ക് പകരം പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ ഭരണാധികാരി സ്വയം സന്നദ്ധനായതും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാവണം. എന്നാൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഉത്തർപ്രദേശിലെ മറ്റ് ധാരാളം സ്ഥലങ്ങളിലും വലിയ പരാജയം ഏറ്റുവാങ്ങി. രാംലല്ലയോ രാമക്ഷേത്രമോ പ്രാണപ്രതിഷ്ഠയോ ഒന്നും ജനങ്ങളിൽ ചർച്ചയായില്ല. പകരം അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത, തൊഴിലില്ലായ്മ, കർഷകരോഷം എന്നിവയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ പോലും സജീവമായി ക്രിയാത്മകമായി ചർച്ച ചെയ്തത് എന്നുള്ളതാണ്. അതിനെതിരെയുള്ള വിധി രേഖപ്പെടുത്തലായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, വർഗീയ അജണ്ടകൾ
ആര് മുന്നോട്ട് വെച്ചാലും അതവർക്ക് നേട്ടമായി മാറില്ലെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമ്മോട് പറയുന്നത്. അത് നിന്ദ്യതയായും അത് പരാജയമായും അതല്ലെങ്കിൽ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാര്യമായും മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് ഖുർആൻ പറഞ്ഞതും വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അയ്യുദ്കറ ഫീഹി ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ ഉലൈക മാ കാന ലഹും അൻ യദ്ഖുലുഹാ ഇല്ലാ ഖായിഫീൻ ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അല്ലാഹുവിന്റെ പള്ളികളിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? അല്ലാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമം സ്മരിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമിയാറുണ്ട്. ആ പള്ളികൾ തകർക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് ആ പള്ളികളിലേക്ക് ഭയപ്പാടോടുകൂടിയല്ലാതെ പ്രവേശിക്കാൻ കഴിയില്ല. ലഹും ഫിദ്ദുനിയാ ഖിസ്യുൻ വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം. അവർക്ക് ഇഹലോകത്ത് നിന്ദ്യതയാണ്, പരലോകത്ത് അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് വരാനിരിക്കുന്നത്. സഹോദരങ്ങളെ, മസ്ജിദുകൾ തകർക്കുക, ആരാധനാലയങ്ങൾ തകർക്കുക, ഇത് നിന്ദ്യത ഏറ്റുവാങ്ങുന്ന കൊടും ക്രൂരതയാണ്. ആ നിന്ദ്യതയാണ് അയോധ്യയിൽ നമ്മൾ കണ്ടത്. സഹോദരങ്ങളെ, ഇതെല്ലാം തിരിച്ചറിവായിട്ട് മാറാൻ, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ നിലപാടുമായി, സൗഹൃദ നിലപാടുമായി മുന്നോട്ട് വരാൻ ഭരണകൂടത്തിന് സാധ്യമാവേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയാണോ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ലെന്ന് തീർത്തും പറയേണ്ടി വരും. ബാബരി മസ്ജിദ്, ആ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് ക്ഷേത്രം പണിത് അവിടെ യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ഒരു പക്ഷത്ത് നമ്മൾ പറയുമ്പോ, അതേ ബാബരി മസ്ജിദിന്റെ പേര് തന്നെ NCERTയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടിമാറ്റിയ പുതിയ വാർത്തകളാണ് ഇന്ന് നമ്മൾ വായിച്ചത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയായിട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. അതായത് ബാബരി മസ്ജിദിന്റെ പേര് തന്നെ NCERTയുടെ പാഠപുസ്തകത്തിൽ നിന്ന് വെട്ടിമാറ്റിയിരിക്കുന്നു. നമുക്കൊന്നേ പറയാനുള്ളൂ, ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് NCERT പിന്മാറേണ്ടതുണ്ട്. കുട്ടികളെ ശരിയായ ചരിത്രം പഠിപ്പിക്കണം. ശരിയായ ചരിത്രബോധമുള്ളവരായി നമ്മുടെ മക്കൾ മാറേണ്ടതുണ്ട്. ശരിയായ ചരിത്രം പഠിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരായി മാറുകയുള്ളൂ. സഹോദരങ്ങളെ, ചരിത്രത്തെ വക്രീകരിക്കാൻ, വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും ഇന്നല്ലെങ്കിൽ നാളത്തെ ഭാവി തലമുറ അത് തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് NCERT പോലുള്ള സംവിധാനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായും പാഠം പഠിക്കേണ്ടതായിരുന്നു. നമ്മുടെ ഭരണകൂടം മാത്രമല്ല, ഭരണകൂടവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളും പാഠം പഠിക്കേണ്ടതായിരുന്നു. വർഗീയത കൊണ്ടോ വർഗീയ അജണ്ട കൊണ്ടോ ഈ രാജ്യത്ത് ഒരു നിലക്കും നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയില്ല. വർഗീയ കലാപങ്ങൾക്കെതിരെ നിശബ്ദരായി ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണിത്. സമാനതകളില്ലാത്ത കലാപം മാസങ്ങൾ നീണ്ടിട്ടും ഒരു തവണ പോലും മണിപ്പൂരിലെത്തി സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ അധികാരികൾക്ക് സാധ്യമായില്ല എന്നുള്ളതാണ്. വംശീയ പോരാട്ടം ആഭ്യന്തര യുദ്ധത്തിന് സമാനമായി വളർന്നിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥരായ സംസ്ഥാനത്തെ സർക്കാരും അക്രമികളുടെ കൂടെ ചേർന്നു. സ്ത്രീകളെ നഗ്നരായി നടത്തിയപ്പോഴും കുട്ടികൾക്കെതിരെ കൊടിയ പീഡനങ്ങൾ അരങ്ങേറിയപ്പോഴും ഭരണകൂടം നിഷ്ക്രിയരായി. ഭരണകൂടത്തിന്റെ ഈ നിഷ്ക്രിയത്വത്തിനെതിരെ, ഭരണകൂടത്തിന്റെ നിശബ്ദതയ്ക്കെതിരെയുള്ള മണിപ്പൂർ നിവാസികളുടെ വിധിയെടുത്താണ് പിന്നീട് നമ്മൾ കണ്ടത്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്തിനാണ് ഇത്തരം വർത്തമാനങ്ങളൊക്കെ ബലിപെരുന്നാൾ ദിനത്തിൽ പറയുന്നത് എന്ന് ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. ബലിപെരുന്നാളിന്റെ ചരിത്രത്തിന് ഇതിനോടൊക്കെ വലിയ ബന്ധമുണ്ട് സഹോദരങ്ങളെ. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിഞ്ചോമന പുത്രൻ ഇസ്മായിലിനെയും അതുപോലെ തന്നെ തന്റെ പ്രിയതമ ഹാജറ ബീവിയെയും മക്കാമണലാരുണ്യത്തിൽ, അന്ന് ആരാരുമില്ലാതിരുന്ന മക്കാമണലാരുണ്യത്തിൽ, വിജനമായ മക്കാമണലാരുണ്യത്തിൽ കൊണ്ടുപോയി ആക്കുമ്പോ നടത്തുന്ന രണ്ട് പ്രാർത്ഥനകളുണ്ട്. ധാരാളം പ്രാർത്ഥനകളുണ്ട്. പക്ഷേ രണ്ട് പ്രാർത്ഥനകൾ സവിശേഷ പ്രാധാന്യമുള്ളതാണ്. ഒന്നാമത്തെ പ്രാർത്ഥന റബ്ബിജിഅൽ ഹാദൽ ബലദ ആമിന, പടച്ചവനെ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ. അതായിരുന്നു ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ, അല്ലാഹുവേ ഈ നാട്ടിലുള്ള ആളുകൾക്ക് യഥേഷ്ടം വിഭവങ്ങൾ നൽകണമേ, ഭക്ഷണം നൽകണമേ. നിർഭയത്വമുള്ള സുഭിക്ഷതയുള്ള
സന്തോഷം വിളയാടുന്ന ഒരു നാടിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന വലിയ സന്ദേശം കൂടി ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ആവാഹിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ നാടിന് നിർഭയത്വവും സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്ത് മുഴുക്കയും നിർഭയത്വവും സന്തോഷവും സുഭിക്ഷതയുമുള്ള സാഹചര്യം നാഥൻ തുറന്നു തരുമാറാവട്ടെ. സഹോദരങ്ങളെ, പൊതു തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി പറയേണ്ടി വരും. കാരണം അത് കഴിഞ്ഞുള്ള ആദ്യത്തെ ബലിപെരുന്നാളാണല്ലോ ഈ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. ധാരാളം ആശ്വാസങ്ങളും പ്രതീക്ഷകളും ആത്മവിശ്വാസങ്ങളും നൽകിയ തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു അത്. നമുക്കറിയാം, വിദ്വേഷ പ്രസംഗങ്ങൾക്ക് രാജ്യത്ത് ഭാവിയിൽ നിന്ന് കൃത്യമായി പ്രവചിച്ച തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. അറിയാം, നമുക്ക് രാജ്യത്ത് അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് കണ്ടപ്പോ ശക്തമായ വിദ്വേഷ പ്രചരണങ്ങളുമായി അധികാരികൾ മുന്നോട്ട് വന്ന ദൗർഭാഗ്യകരമായ സാഹചര്യമുണ്ടായി. രാജ്യത്തൊരു സമുദായം വോട്ട് ജിഹാദ് നടത്തുന്നുവെന്നും തങ്ങളുടെ എതിരാളികൾ അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരുടെ സമ്പത്തും കെട്ടുതാളിയും വരെ കൊടുക്കാൻ പോകുന്നു എന്നുമുള്ള കൊടുംവർഗീയത നിറഞ്ഞ വാക്കുകൾ രാജ്യത്ത് ഏറ്റവും ഉത്തരവാദപ്പെട്ട ആള് തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ എവിടെയും ഗുണം ചെയ്തില്ലെന്ന് മാത്രമല്ല, ജനങ്ങൾ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെയല്ല, വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുക പോലുള്ള സൗഹൃദത്തിന്റെ വർത്തമാനത്തെയാണ് ആഗ്രഹിക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തുറന്നു പറഞ്ഞു. നമുക്കുറക്കെ പറയാം, ഇന്നത്തെ പെരുന്നാൾ വിശ്വാസികളുടെ സന്തോഷദിനം മാത്രമല്ല, മതേതര ബോധമുള്ള മുഴുവൻ ആളുകൾക്കും ആഹ്ലാദിക്കാനുള്ള പെരുന്നാളാണ്. മതേതരത്വം പുഞ്ചിരിക്കുന്ന പെരുന്നാളാണ് ഇന്നത്തെ പെരുന്നാളിൽ മതേതരത്വം പുഞ്ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ ഉള്ളു തുറന്ന് മതനിരപേക്ഷ മനസ്സുകൾ ആഹ്ലാദിക്കുന്ന, നല്ല കാലം വന്നതിന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്ന പെരുന്നാളുകൾ കൂടി സമാഗതമാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അമിതമായ ആത്മവിശ്വാസം നമ്മെ വഞ്ചിതരാക്കാനും പാടില്ല. ലികൈലാ തൻസൂ വലാ മാ ഫാതകും വലാ തഫ്റഹൂ ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല. അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. നൽകപ്പെട്ടതിൽ നിങ്ങൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അല്ലാഹു തആല അഹങ്കാരികളെയും പൊങ്ങച്ചക്കാരെയും ഇഷ്ടപ്പെടുകയില്ല. രാജ്യത്തിന്റെ പൊതുവായ ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തമായ ചില പ്രവണതകൾ കേരളത്തിൽ ഉണ്ടായി എന്നതും നാം വിശദീകരിക്കാതെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ വർഗീയത കൊണ്ടോ തീവ്രവാദം കൊണ്ടോ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ചില സമുദായ സംഘടനകളുടെ നേതാക്കൾ മുന്നോട്ട് വന്നു ന്യൂനപക്ഷങ്ങൾ അനർഹമായത് നേടുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയ ഒരു സവിശേഷമായ സാഹചര്യം കൂടിയാണിത്. സംസ്ഥാന സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നവരെ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് നമുക്കറിയാം. ഉദ്യോഗ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ അങ്ങേയറ്റം ദയനീയവും പിന്നോക്കവുമാണെന്ന് വ്യക്തമാക്കുന്ന സച്ചാർ റിപ്പോർട്ട് സമൂഹത്തിന്റെ മുമ്പിലുണ്ട്. പക്ഷേ അതോടൊപ്പം അല്ലറ ചില്ലറ പുരോഗതിയൊക്കെ മുസ്ലിം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നാം വിസ്മരിക്കുന്നില്ല. എന്നാൽ അതേതെങ്കിലും ഗവൺമെന്റിൽ നിന്ന് അനർഹമായത് നേടിയത് കൊണ്ടല്ല. ഗൾഫ് പ്രവാസത്തിന്റെ വിയർപ്പിന്റെ ഗന്ധം ആ പുരോഗതിയുടെ പിന്നിലുണ്ട്. ഗൾഫ് പ്രവാസത്തിന്റെ വിയർപ്പിന്റെ ഗന്ധം മുസ്ലിങ്ങൾ നേടിയെടുത്ത പുരോഗതിയുടെ പിന്നിലുണ്ട്. ഇവിടെ വിവിധ ജനവിഭാഗങ്ങൾ നേടിയെടുക്കുന്ന പുരോഗതിയുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ വിവിധ മുസ്ലിം സംഘടനകൾ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മുന്നേറ്റങ്ങളും ആ പുരോഗതിയുടെ വേഗം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്നാൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പല കോണുകളിൽ നിന്നും പലപ്പോഴായി ആവർത്തിച്ചുകൊണ്ട് ഉയർത്തിവിട്ടുകൊണ്ട് അത് ശരിയാണെന്നുള്ള ഒരു തോന്നലുണ്ടാക്കുകയാണ്. ഇതിനെയാണ് ഗീബൽസിയൻ തന്ത്രം എന്ന് പറയുന്നത്. ഒരു നുണ 100 തവണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങൾക്ക് തോന്നുമെന്നുള്ള സിദ്ധാന്തം. അതാണിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തടക്കം പ്രയോഗവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്.
പക്ഷേ ഇതിലൂടെയൊന്നും സമൂഹത്തിന്റെ സൗഹൃദം തകർന്നു പോവാൻ പാടില്ല, സമുദായങ്ങൾക്കിടയിൽ അകലം വർദ്ധിക്കാൻ പാടില്ല. അതിനാൽ സംസ്ഥാന ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വന്നു ഓരോ സമുദായങ്ങളും എന്തെല്ലാം നേടുന്നു എന്നതിന്റെ കൃത്യമായ ഡാറ്റ പുറത്തുവിടുക എന്നത് മാത്രമാണ് ഈ തെറ്റായ പ്രചരണങ്ങളെ നിർത്താനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത്. കൃത്യമായ ഡാറ്റ സംസ്ഥാന ഗവൺമെന്റ് തന്നെ പുറത്തുവിടണം. ഓരോ സമുദായങ്ങളും ഓരോ വിഭാഗങ്ങളും എന്തെല്ലാം നേടി, എന്താണ് അവരുടെ ഇന്നത്തെ സോഷ്യൽ സ്റ്റാറ്റസ്, അവർക്ക് അധികാരത്തിൽ എത്രത്തോളം പ്രാതിനിധ്യമുണ്ട്, സമുദായങ്ങൾക്കിടയിൽ അകലം വർദ്ധിപ്പിക്കുന്ന വർത്തമാനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കുക. അതെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഏറെക്കാലമായി പിന്നോക്ക ജനവിഭാഗങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന് പറയുന്നത്. ജാതി സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. അത് കേന്ദ്രം നടപ്പിലാക്കാൻ സന്നദ്ധമാവുന്നില്ല എങ്കിൽ സംസ്ഥാനമെങ്കിലും നടപ്പിലാക്കുക. സഹോദരങ്ങളെ, അധികാരങ്ങളും വിഭവങ്ങളും മാറി എത്രത്തോളം കൈവശം വെച്ചിരിക്കുന്നു എന്നതിന്റെ ആധികാരിക രേഖകൾ ജാതി സെൻസസിലൂടെ പുറത്തു വരുന്നതാണ്. അതോടൊപ്പം തന്നെ വിശ്വാസി സമൂഹത്തിനും ഇത്തരം കുപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില സവിശേഷമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാറുണ്ട്. അതായത് ശരിയായ വാക്കുകൾ പറയുക, ആളുകളെ പ്രകോപിതരാക്കാതിരിക്കുക, പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരം നടത്താതിരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. കാര്യങ്ങൾ പറയണം, പക്ഷേ കാര്യങ്ങൾ പറയുമ്പോൾ മാന്യമായ രീതിയിൽ പറയുക എന്നുള്ളതാണ്. അതാണ് ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ ശരിയായ വാക്കുകൾ പറയണം. ശരിയായ വാക്കുകൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കുന്നതാണ്. നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു വരുന്നതാണ്. ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയം അയാൾ വ്യക്തമായ വിജയം കൈവരിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകളോടൊപ്പം വലിയ പ്രയാസങ്ങളും ഈ പെരുന്നാൾ ദിനത്തിലുണ്ട്. ഫലസ്തീനിലെ ഗസയിലും റഫയിലുമെല്ലാം നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളാണ് അവയിൽ ഏറ്റവും ഗൗരവം അർഹിക്കുന്നത്. വെടിയൊച്ചകൾ നിലക്കാതെ, അന്നമില്ലാതെ, അപ്പമില്ലാതെ, അഭയമില്ലാതെ, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാതെ ഫലസ്തീൻ ജനത കഷ്ടപ്പെടുകയാണ്. ഇത് റബ്ബിന്റെ പരീക്ഷണമാണ്. പരീക്ഷണങ്ങളിലൂടെ ചിലരെ കടഞ്ഞെടുക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പെരുന്നാളിന്റെ ചരിത്ര പുരുഷൻ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ജീവിതത്തിൽ തുരുതുരാ പരീക്ഷണങ്ങളായിരുന്നു. ആ പരീക്ഷണങ്ങളിലെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിച്ചപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമത്തെ ലോകത്തിന്റെ നായകത്വ പദവി ലഭിച്ചത്. സുഹൈബ് മൗലവി ഈദ് സന്ദേശം നൽകുകയായിരുന്നു. സമകാലിക വിഷയങ്ങളിൽ പതിവ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ആയി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ബാബറി മസ്ജിദിന്റെ പേരൊഴിവാക്കിയതും ന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് അതിക്രമം നടക്കുമ്പോൾ ഭരണകർത്താക്കൾ നിഷ്ക്രിയമാകുന്നതിനെക്കുറിച്ചുമൊക്കെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. വർഗീയതയ്ക്ക് കിട്ടിയ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നുകൂടി അദ്ദേഹം പറഞ്ഞുവെക്കുന്നു. പ്രധാനമന്ത്രിയെ നിശിതമായി തന്നെ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. വർഗീയത പറഞ്ഞവർക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടപ്പോൾ ഇത് മതേതരത്വം പുഞ്ചിരിക്കുന്ന ബലിപ്പെരുന്നാളായി മാറുന്നു എന്നുകൂടി ഇമാം പറയുകയാണ്. ജാതി സെൻസസ് നടപ്പിലാക്കണം എന്നതടക്കമുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ്. MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ശക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ സന്ദേശ സംസാരം അത് പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ സുഹൈബ് മൗലവി പാളയം ഇപ്പോൾ ഈദ് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കൃത്യമായ രാഷ്ട്രീയം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിവിധ വിഷയങ്ങൾ ഉയർത്തിയാണ് അദ്ദേഹം ഈ ഈദ് സന്ദേശത്തിലൂടെ അദ്ദേഹത്തിന്റെ കൃത്യമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സഹോദര്യവും സഹോദര്യവും ശക്തിപ്പെടുത്തണം, ഒപ്പം തന്നെ ഈ രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലം അത് ആശ്വാസം നൽകുന്നതാണെന്ന് VP മൗലവി വ്യക്തമാക്കുന്നു. കാരണം രാജ്യത്തിന്റെ സുമനസ്സുകൾ ഐക്യത്തോട് കൂടി നിന്ന് പ്രവർത്തിച്ചാൽ വർഗീയതയെ അതിജീവിക്കാൻ കഴിയും, അത് കഴിയുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമാവുകയും ചെയ്തിട്ടുണ്ട് എന്നും വർഗീയമാക്കാൻ ആര് ശ്രമിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞു പോയത് എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. കൂടാതെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് വ്യക്തമാക്കുന്നത്. കർഷകരോഷം, ഒപ്പം തന്നെ
അടിസ്ഥാന സൗകര്യമില്ലായ്മ, തൊഴിലില്ലായ്മ ഇതിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് വിലയിരുത്തപ്പെടുകയും ചെയ്തു. കൂടാതെ അയോധ്യ നിർമ്മിച്ച സ്ഥലത്ത് പോലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സ്ഥിതിവിശേഷമുണ്ടായി. കൂടാതെ വർഗീയ അജണ്ട ആരും മുന്നോട്ട് വെച്ചാലും അത് നടക്കില്ല എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയാണ് തവണ ഉണ്ടായത് എന്നും പാളയം ഇമാം ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ തന്നെ ചരിത്രത്തെ കാൽവൽക്കരിക്കാനുള്ള അവസരത്തിൽ നിന്ന് NCERT പിന്മാറണമെന്നൊരു ആവശ്യമുണ്ട്. കാരണം നേരത്തെ ഈ കുട്ടികളെ ശരിയായ ചരിത്രം പഠിപ്പിക്കണം, NCERT നിന്ന് ബാബരി മസ്ജിദിന്റെ പേര് വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിൽ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം കൃത്യമായി പ്രതികരണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ആര്യ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഈ മണിപ്പൂർ കലാപം അത് ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നുണ്ട്. മാസങ്ങൾ നീണ്ട കലാപം നടന്നിട്ടും മണിപ്പൂരിലെത്തി സമാധാനം സ്ഥാപിക്കാൻ അധികാരികൾക്ക് കഴിഞ്ഞില്ല എന്നും VP സുഹൈൽ മൗലവി കുറ്റപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഭരണകൂടം ഇവിടെ നിഷ്ക്രിയരായിട്ടുണ്ട്. ഭരണകൂടത്തിനെതിരായ വിധിയെടുത്താണ് പിന്നീട് മണിപ്പൂരിൽ കണ്ടത്. അവിടെയുള്ള 2 സീറ്റുകളിലും വിജയിക്കാൻ ഭരണമുന്നണിക്ക് സാധിച്ചില്ല എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ബലിപെരുന്നാളിന്റെ ചരിത്രത്തിന് ഇതൊക്കെ വലിയ ബന്ധമുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കാരണം വിദ്വേഷ പ്രസംഗങ്ങൾക്ക് രാജ്യത്ത് ഭാവിയില്ലെന്ന തെളിയിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ കടന്നുപോയത്. കൊടും വർഗീയത നിറഞ്ഞ വാക്കുകൾ അധികാരികൾ പറഞ്ഞു. അതായത് പ്രധാനമന്ത്രിയെ ഉന്നമിട്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള പരാമർശം അദ്ദേഹം നടത്തുകയും ചെയ്തു. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിലൊക്കെ തന്നെ ആദ്യം 3 ഘട്ടത്തിൽ പിന്നീട് പ്രധാനമന്ത്രി വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തി നമ്മൾ കാണുകയും ചെയ്തത് സത്യമാക്കുകയും ചെയ്തുകൂടിയാണ്. അതിനുള്ള മറുപടി കൂടിയാണ് ഇപ്പോൾ VP സുഹൈൽ മൗലവി നൽകിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതായത് വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് ജനങ്ങൾ ചെയ്തത്. അതായത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു മുദ്രാവാക്യം അത് ഏറ്റെടുത്തുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അമിതമായ ആത്മവിശ്വാസം നമ്മളെ വഞ്ചിതരാക്കരുത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായും എടുത്തു കാണിക്കപ്പെടുന്നത്. കൂടാതെ ഈ ന്യൂനപക്ഷ പ്രീണനം അത് സർക്കാർ നടത്തുന്നു എന്ന് പറയുന്നതിനെതിരെയും പാളയം രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ രാജ്യസഭാ സീറ്റടക്കം ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ് നൽകിയത്. ഭൂരിപക്ഷത്തിനും പ്രധാനമായും സീറ്റുകൾ അടക്കം നൽകിയതല്ല എന്നുള്ള പരാമർശം വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇതിനെതിരെ കൂടി പാളയം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ്. അതായത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പല കോണുകളിൽ നിന്നും ആളുകൾ പറയുന്നുണ്ട്. ഒരു നുണ 100 തവണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. ഈ തന്ത്രമാണ് നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ ചെയ്യുന്നത്. അതിലൊന്നും തന്നെ വീട് പോകരുത് എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ജാതി സെൻസസ് നടപ്പിലാക്കണം. ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേന്ദ്രം മുന്നോട്ട് വന്നില്ലെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നുള്ള ആവശ്യം അദ്ദേഹം പറയുന്നു. കൂടാതെ പലസ്തീൻ ജനങ്ങൾ അനുഭവിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദുരിതക്കാഴ്ചകളെ കുറിച്ചും അദ്ദേഹം ഈ സന്ദേശത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പമില്ലാതെ അഭയമില്ലാതെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനൊന്നുമില്ലാതെ ദുരിതം അനുഭവിക്കുന്ന ഏകദേശം 10,000-കണക്കിന് ജനങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ കഴിയുന്നുണ്ട്. പലസ്തീൻ ജനതയ്ക്ക് ലോകത്തിന്റെ നായക പദവി ലഭിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ എവരെയും ദുഃഖിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു ദുരന്തമായിരുന്നു കുവൈറ്റിൽ ഉള്ള ദുരന്തത്തിൽ 50ഓളം പേർ മരണപ്പെട്ടത്. അതിൽ 24 പേർ മലയാളികളായിരുന്നു. ആ ഒരു സംഭവം ദൗർഭാഗ്യമായിട്ടുള്ള സംഭവമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ പ്രവാസികൾ നാടിന്റെ നട്ടലിലാണ്, മനുഷ്യരുടെ കുടുംബത്തിന് ദുഃഖത്തിൽ പങ്കുചേരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ സന്ദേശത്തിൽ VP സുഹൈൽ മൗലവി പറഞ്ഞു വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ. ശരി, MJ മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും